അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിലെ ധ്യാനത്തിനായിട്ട് 27 സങ്കീർത്തനം അതിൻ്റെ 13 വാക്യം. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുക, ജീവനുള്ള ഒരു കൂട്ടം ആളുകളുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുക. ഓ സ്തോത്രം! എന്താ നമ്മുടെ വിശ്വാസം? നന്മ കാണാൻ പറ്റുമെന്നും നന്മ പ്രാപിപ്പാൻ കഴിയുമെന്നൊരു വിശ്വാസം നമുക്കുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമ്മൾ എപ്പോഴും ഒരു നെഗറ്റീവ് ചിന്തയിലാണ് നമ്മൾ പോകാറുള്ളത്. നിരാശ മാത്രമാണ് നമ്മുടെ മുൻപിൽ കൈമുതലായിട്ടുള്ളത്. എന്നാൽ ഇന്ന് പകൽക്കാർ ദൈവാത്മാ പറയുന്നത്, നിങ്ങളത് പോസിറ്റീവായിട്ട് ചിന്തിച്ചാട്ട് നന്മ, അല്ലേ, യഹോവയുടെ നന്മ കാണും. നമ്മുടെ ദൈവം ആരാ? നന്മ തരുന്ന ദൈവമാണ്. സങ്കീർത്തനക്കാരൻ പറയുന്ന നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം ഒക്കെ എന്നെ പിന്തുടരും. സ്തോത്രം! ദൈവത്തിൽ ആശ്രയിക്കുന്ന മക്കൾക്ക്, യഹോവയിൽ ആശ്രയിക്കുന്ന മക്കൾക്ക് നന്മ തരാൻ അധികം വന്നത്. പാപമോചനം ഏറ്റവും വലിയൊരു നന്മയാണ്. ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം എന്നാ പറയുന്നത്. അപ്പോൾ അത് ഏറ്റവും വലിയൊരു നന്മയാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയ പാപമോചനം, ദൈവത്തെ അറിയാൻ കഴിഞ്ഞത് തന്നെ ഏറ്റവും വലിയൊരു നന്മയാണ്. ബാക്കിയുള്ള നന്മകളൊക്കെ അതിന് പിന്നീടുള്ളതാ. പക്ഷേ ദൈവവചനം പറയുന്നു, നന്മ തരുന്നവനാണ് നമ്മുടെ ദൈവം. പക്ഷെ അത് നമ്മൾ വിശ്വസിക്കണം. ജീവിച്ചിരിക്കുന്നവരുടെ ദേശത്ത്, എൻ്റെ ബന്ധുക്കളുടെ മുമ്പിൽ, എൻ്റെ ചാർച്ചക്കാരുടെ മുമ്പിൽ, എന്നെ തളർത്തിയവരുടെ മുമ്പിൽ, എന്നെ തകർത്തവരുടെ മുമ്പിൽ, എന്നെ മാറ്റി നിർത്തിയവരുടെ മുമ്പിൽ, എന്നെ ഒന്നുമില്ല എന്ന് പറഞ്ഞവരുടെ മുമ്പിൽ ദൈവം എനിക്ക് നന്മ കൊണ്ട് എന്നെ അനുഗ്രഹിക്കുമെന്നൊരു വിശ്വാസം ഇന്ന് പകൽക്കാലം ഉണ്ടാകട്ടെ. ആ വിശ്വാസമാണ് നമ്മെ മുൻപോട്ട് നയിക്കുന്നത്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തുന്നതിനുമായ കർത്താവിനെ നോക്കി, അതേ, നമ്മുടെ സാക്ഷികളുടെ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് ആ സാക്ഷികളുടെ പ്രോത്സാഹനങ്ങളെ ഓർത്തുകൊണ്ട് മുൻപോട്ട് പോയാൽ നന്മ നമ്മുടെ കയ്യിലെത്തും. നന്മ തരുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽക്കാലം നന്മ പ്രാപിപ്പാൻ, നന്മ നമ്മുടെ കരങ്ങളിലേക്ക് വെച്ച് തരുവാൻ, നമ്മുടെ അടുത്തേക്ക് വരുന്ന അരുമനാഥനായ കർത്താവിന്റെ കരത്തിൽ നിന്നും ഈ പകൽക്കാലം ചില നന്മ പ്രാപിപ്പാൻ, നമുക്ക് ചില ദോഷങ്ങൾ അനുഭവിക്കുന്നുവെങ്കിലും ദോഷങ്ങളോട് കൂടെ നന്മയും തരുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം! ആദിയിങ്കൽ കയ്പാണെങ്കിലും അന്ത്യമോ മധുരമാണ്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ചില കഷ്ടതയാണെങ്കിലും വചനം പറയുന്നു, ദൈവാത്മാവ് പറയാൻ പറയുന്നു, ഈ കഷ്ടതയ്ക്ക് ഒരു മാറ്റം നൽകി ഒരു നന്മ നിങ്ങളുടെ കയ്യിൽ വെച്ച് തരാൻ പോകുകയാണ്. നിങ്ങൾ നന്മ പ്രാപിക്കും. നിങ്ങളുടെ കുടുംബത്തിനകത്ത്, ദേശത്ത്, നിങ്ങളായിരിക്കുന്ന സഭയിൽ, നിങ്ങളായിരിക്കുന്ന ജോലി മേഖലകളിൽ, നിങ്ങൾ പോകുന്ന വഴികളിൽ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ, ഉപവസിക്കുന്ന വിഷയത്തിന്മേൽ നിങ്ങൾ നന്മ പ്രാപിപ്പാൻ പോകുക. ആകയാൽ നന്മ നിങ്ങളൊന്ന് വിശ്വസിക്കണം. ഇവിടെ പറയുന്നു, അതേ, ഞാൻ വിശ്വസിക്കണം. വിശ്വസിച്ചില്ലെങ്കിൽ അയ്യോ കഷ്ടം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം വിശ്വസിക്കുക. കർത്താവ് നന്മ തരാൻ പോകുന്നു. ആ നന്മയുടെ ഉറവിടം കർത്താവാണ്. ആ കർത്താവിന്റെ മാറോട് ചേർന്നിരിപ്പാൻ, നന്മ പ്രാപിപ്പാൻ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും.